السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. إلهي أنت مقصودي ورضاك مطلوبي. أعوذ بكلمات الله التامات من شر ما خلق. أعوذ بالله من الشيطان الرجيم. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. നമ്മളെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അല്ലാഹു അകറ്റി തരട്ടെ. ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. സ്വർഗ്ഗം നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. നരക ശിക്ഷയെ തൊട്ട് അല്ലാഹു നമ്മയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. അനേകായിരം ആളുകൾ പല പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പറഞ്ഞ് പല ദിക്കുകളിൽ നിന്നായി പല സ്ഥലങ്ങളിൽ നിന്നായി ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, എല്ലാവരുടെ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ. എല്ലാവർക്കും നീ സമാധാനം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്. പരിശുദ്ധമായ ശഅബാൻ മാസത്തിലെ നല്ല നല്ല ദിവസങ്ങളും സമയങ്ങളും നമ്മൾ ഇന്ന് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്യുന്ന അമലുകൾ നീ കബൂൽ ചെയ്യണം. ഞങ്ങളെ ഇബാദത്തുകൾ നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. ഞങ്ങളെ പ്രവർത്തനങ്ങൾ നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. ഞങ്ങളെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ദുഃഖങ്ങളും നീ അകറ്റി തരണേ അല്ലാഹ്. ഞങ്ങളെ മജ്ലിസിൽ ചൊല്ലുന്ന ദിക്റുകൾ, സ്വലാത്തുകൾ, പ്രാർത്ഥനകൾ നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മജ്ലിസിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വൈലാ ഹദ്റത്തി സയ്യിദിനാ വ ഹബീബിനാ വ മുൻജീനാ വ മുർശിദിനാ വ ഹാദീനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة الشيخ محي الدين عبد القادر الجيلاني قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة أحمد الكبير الرفاعي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة خواجة معين الدين الجشتي الأجميري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيم ولي الله المدوري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة أصحاب البدرين. الفاتحة. أعوذ بالله من الشيطان الرجيم.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ. ഇനി നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ പേരിൽ അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹുവേ, ഞങ്ങളിപ്പോ ഒരുപാട് ഫാത്തിഹ മഹാന്മാരെ പേരിൽ ഓതിയിട്ടുണ്ട്. ആ ഫാത്തിഹ നീ കബൂൽ ചെയ്യണേ അല്ലാ. അതിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ജീവിതത്തിൽ ഖൈർ നൽകണേ അല്ലാ. ധാരാളം നന്മകൾ ചെയ്യാൻ സാധുക്കളായ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങളെ മജ്ലിസ് സ്വീകരിക്കണേ അല്ലാ. ആമീൻ പറയും. എല്ലാവരും കമന്റിൽ ആമീൻ എഴുതുക. അതുപോലെ തന്നെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുക. അതിന് ആരും മടി കാണിക്കണ്ട. അല്ലാഹു സ്വീകരിക്കട്ടെ. അതുപോലെ നമ്മളെ മജ്ലിസ് മറ്റുള്ള ആളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മളെ മജ്ലിസിലേക്ക് നിങ്ങൾ ഒരുപാട് ആളുകളെ കൊണ്ടുവരണം. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അങ്ങനെ നമ്മളെ മജ്ലിസിലേക്ക് നിങ്ങൾ ഒരുപാട് ആളുകളെ കൊണ്ടുവന്നാൽ നമ്മൾ ഇപ്പോൾ എത്ര മഹാന്മാരെ പേരിൽ ഫാത്തിഹ ഓതി ആ മഹാന്മാരെ സഹായം നമ്മൾക്ക് ലഭിക്കുകയാണ്. അവരുടെ പേരിൽ നമ്മളെ മജ്ലിസിലേക്ക് വരുന്ന ആളുകൾ ഫാത്തിഹ ഓതിയാൽ അതിന്റെ ബറക്കത്ത് കൂടെ നമ്മൾക്ക് ലഭിക്കുകയാണ്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ അസ്മാഉൽ ഹുസ്നയെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്മ ചേർത്തിട്ടുള്ള പ്രാർത്ഥനയാണ്. ഈ ഇസ്മിന്റെ അർത്ഥം സംരക്ഷണകാരനായ അല്ലാഹുവേ ഞങ്ങളെ നീ സംരക്ഷിക്കണേ എന്നുള്ളതാണ്. ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് രക്ഷ വേണം. ഒരുപാട് മുസീബത്തുകൾ നടമാടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത്. അല്ലാഹു അല്ലാതെ രക്ഷപ്പെടുത്താൻ വേറെ ആരുമില്ല. അള്ളാഹിന്റെ സഹായം ഇല്ലെങ്കിൽ നമ്മൾക്കൊരിക്കലും ഈ ലോകത്ത് രക്ഷപ്പെടാൻ കഴിയൂല എന്നുള്ളതാണ്. അതുകൊണ്ട് ആ സഹായം അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുകയാണ്, ആത്മാർത്ഥമായി നമ്മൾ ചോദിക്കുകയാണ്. നമ്മളെ ദാറുൽ മജ്ലിസീൻ കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ചോദിക്കുകയാണ്. എല്ലാവരും ചൊല്ലിക്കോളൂ. യാ ഹഫീലു ഇഹ്ഫളിനി 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 യാ ഹഫീലു ഇഹ്ഫളിനി. ഇനി നമുക്ക് എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടൊരു പ്രാർത്ഥന. ഈ ഹഫീലു യാ ഹഫീലു ഇഹ്ഫളിനി എന്നുള്ള പ്രാർത്ഥന തന്നെ ഇഹ്ഫളിനി എന്നുള്ളവർക്ക് നമുക്ക് ഇഹ്ഫളിന എന്ന് കൂട്ടിയിട്ട് ഒന്നുകൂടി ദുആ ചെയ്യാം. يا حفيظ احفظنا 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 يا حفيظ احفظنا. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ ഈ തുല്യ
ഇസ്മിന്റെ ദുആഇന്റെ ബർക്കത്ത് കൊണ്ട് ആഫത്ത് മുസീബത്ത് എടങ്ങേറുകളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. ഞങ്ങളെ കുടുംബങ്ങളെ കാക്കണേ അല്ലാ. ഞങ്ങളെ ഭർത്താക്കന്മാരെ ഭാര്യമാരെ കാക്കണേ അല്ലാ. മക്കളെ കാക്കണേ അല്ലാ. കുടുംബങ്ങളെ മാതാപിതാക്കളെ കൂട്ടുകാരെ സ്നേഹിച്ചവരെ സഹായിച്ചവരെ ഭക്ഷണം തന്നവരെ അയൽവാസികളെ വല്ലുപ്പ വല്ലുമ്മമാരെ ഞങ്ങളെ മജ്ലിസ് കാണുന്നവരെ കാക്കണേ അല്ലാ. നിന്റെ കാവല് നൽകണേ അല്ലാ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ഒരു ദിക്ർ ചൊല്ലുകയാണ്. വലിയ വലിയ ആരിഫീങ്ങളും മഹാന്മാരും ഒക്കെ പതിവാക്കിയ ഒരു ദിക്റാണ്. എന്താണ് ആ ദിക്ർ? അൻതൽ ഹാദി അൻതൽ ഹഖു ലൈസൽ ഹാദി ഇല്ലാഹു. എന്നതിന് അർത്ഥം അല്ലാഹുവേ നീയാണ് സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ആള്, നീ സത്യമാണ്, നീയല്ലാതെ സന്മാർഗത്തിലേക്കാക്കുന്ന മറ്റാരുമില്ല, ഹിദായത്തിലാക്കുന്ന മറ്റാരുമില്ല എന്നാണ് അതിന്റെ അർത്ഥം. അത് നമുക്ക് അല്പം ചൊല്ലാം. അൻതൽ ഹാദി അൻതൽ ഹഖു ലൈസൽ ഹാദി ഇല്ലാഹു. 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 അല്ലാഹുവേ ഞങ്ങളെ നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളെ മക്കളെ നന്നാക്കണേ അല്ലാ. ഞങ്ങളെ കുടുംബങ്ങളെ നന്നാക്കണേ അല്ലാ. ഞങ്ങളെ സ്വഭാവം നന്നാക്കണേ അല്ലാ. ഞങ്ങളെ അമലുകൾ കബൂൽ ചെയ്യണേ അല്ലാ. ഞങ്ങളെ ഹിദായത്തിലാക്കണേ അല്ലാ. ഞങ്ങളെ മക്കളെ കുടുംബങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കണേ അല്ലാ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ വളരെ പവർഫുള്ളായ ഒരു ദിക്ർ ചൊല്ലുകയാണ്. ഈ ദിക്ർ ഹദ്ദാദിന്റെ ഇമാമ് ഹദ്ദാദിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത്രയും പവറുള്ള ദിക്റാണ് ഹദ്ദാദ് ഇമാമ്. ഹദ്ദാദിൽ ഒരുപാട് ദിക്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ദിക്റുകളൊക്കെ മഹാനവറുകൾക്ക് അള്ളാന്റെ റസൂല് പഠിപ്പിച്ചു കൊടുത്തതാണ് കേട്ടോ. അള്ളാന്റെ റസൂല് പഠിപ്പിച്ചു കൊടുത്തതാ. അപ്പൊ അതിന് വലിയ ഫായിദ ഉണ്ട്. കഴിയുന്ന ആളുകളൊക്കെ എന്നും എല്ലാ വീട്ടിലും ഹദ്ദാദ് ഓതുക. ഹദ്ദാദ് ഓതിയാല് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഈ മാലാദവും മരിക്കൂല എന്നുള്ളതാണ്. മൂമിനായ മനുഷ്യനെ അത് കൃത്യമായി ചെല്ലാൻ കഴിയുമെന്ന് വലിയ വലിയ മഹാന്മാര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദിക്റുകളെയും റാത്തിബുകളെയും അതുപോലെയുള്ള സ്വലാത്തുകളെയൊക്കെ സ്നേഹിക്കാനുള്ള മനസ്സ് നമ്മൾക്ക് നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ചൊല്ലിക്കോളി. യാ റബ്ബനാ വഅഫു അന്നാ വംഹുല്ലദീ കാന മിന്നാ. എന്താണ് ഇതിന്റെ അർത്ഥം? അല്ലാഹുവേ ഞങ്ങൾക്ക് നീ അഫു ചെയ്യണേ അല്ല, മാപ്പ് നൽകണേ അല്ല. ഞങ്ങൾ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ പാപങ്ങളൊക്കെ നീ പുറത്തു തരണേ അല്ല, അതൊക്കെ മായ്ച്ചു കളയണേ അല്ല. ഇതാണ് ഇതിന്റെ അർത്ഥം കേട്ടോ. യാ റബ്ബനാ വഅഫു അന്നാ വംഹുല്ലദീ കാന മിന്നാ. 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 യാ
ربنا واعف عنا وامه الذي كان منا يا 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 ربنا واعف عنا وامه الذي كان منا അല്ലാഹു കബൂൽ ചെയ്യട്ടെ. പാപങ്ങൾ പുറത്തു തരണേ അല്ലാ. ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണേ അല്ലാ. നിന്റെ മാപ്പിന് വേണ്ടിയാണ് ഈ ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന ഉമ്മമാര്, സഹോദരിമാര്, ഉപ്പമാര്, സഹോദരന്മാര് നിന്റെ ദർബാറിലേക്ക് കരങ്ങളെ ഉയർത്തിയിരിക്കുന്നത്. അല്ലാ മാപ്പ് നൽകല്ലാ, മാപ്പ് നൽകല്ലാ, ഞങ്ങൾക്ക് മാപ്പ് നൽകണേ അല്ലാ. ഇനിയും അദ്ദാദിലെ ഒരു ദിക്റാണ് നമ്മൾ ചൊല്ലാൻ പോകുന്നത്. ഇതും വളരെ പവർഫുൾ ആണ്. ഇത് അല്ലാഹുവിന്റെ ഒരു ഇസ്മ ചേർത്ത ഈ ഇസ്മുൽ ആലമാണെന്നൊക്കെ വലിയ വലിയ മഹാന്മാരെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ആ ഇസ്മ ചേർത്ത ഹദ്ദാദിൽ ഒരു ദിക്ർ കൂടെയാണ് നമ്മൾ ചൊല്ലുന്നത്. യാദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം യാദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം യാദൽ ജലാലി വൽ ഇക്റാം മിത്നാ 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 അലാ ദീനിൽ ഇസ്ലാം. അല്ലാഹുവേ ഞങ്ങളെ ദുആക്ക് നീ ഇജാബത്ത് നൽകണേ അല്ലാ. നിന്റെ സഹായം നൽകണേ അല്ലാ. നിന്റെ ദർബാറിൽ നിന്ന് ഓശാരമായി നൽകണേ അല്ലാ. ഈ ദിക്റിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ പട്ടിണിയിലാക്കല്ല അല്ലാ, ദാരിദ്ര്യത്തിലാക്കല്ല അല്ലാ.
ഇൻഷാ അല്ലാഹ് അല്പം സൂറത്തുൽ കൗസർ ഓതാ. സൂറത്തുൽ കൗസർ അത്ഭുതങ്ങളുടെ കലവറയാണ്. കഴിയുന്ന ആളുകൾ എല്ലാ ദിവസവും 100 പ്രാവശ്യം ഓതണം എന്നുള്ളതാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ. ബിസ്മില്ലാഹിർ الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. അല്ലാഹു സ്വീകരിക്കട്ടെ. സൂറത്തുൽ കൗസറിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു ജോലിയിലൊക്കെ ബർക്കത്ത് നൽകട്ടെ. ജോലിയില്ലാത്ത മക്കൾക്ക്, ഭർത്താക്കന്മാർക്ക്, ഉപ്പമാർക്ക്, സഹോദരിമാർക്ക് നല്ല ജോലി കൊടുത്ത് അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സാമ്പത്തികമായ ഉയർച്ച നൽകി നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാഹ്. അല്പം തവസ്സുൽ ബൈത്ത് നമുക്ക് ചെല്ലാം. ആയിരങ്ങൾക്ക്, ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെട്ടതാണ് ഈ തവസ്സുൽ ബൈത്ത് എന്ന് പറയുന്നത്. തവസ്സുൽ ബൈത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആത്മാർത്ഥമായി നമുക്ക് ചെല്ലാം. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. എല്ലാ ഗുണങ്ങൾ നേടുവാൻ, കുറ്റങ്ങളെല്ലാം നീങ്ങുവാൻ, സ്വർഗ്ഗത്തിലൊന്നായി ചേരുവാൻ നബി തങ്ങളാൽ തുണ റബ്ബനാ ചൊല്ലി. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. കടമ്പീടി സന്തോഷിക്കുവാൻ, കുടുംബങ്ങളിൽ ഗുണം ചെയ്യുവാൻ, ഖൈറായ പാതയിൽ നീങ്ങുവാൻ നബി തങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ദിക്റും സലാത്തും നിത്യമിൽ ചെയ്തു ഖുശൂഉം സത്യമിൽ സത്തായ ഈമാനുള്ളതിൽ നബി തങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. സന്താന സൗഭാഗ്യത്തിനും സൗകര്യമുള്ളൊരു വീടിനും പ്രസവത്തിലെ എളുപ്പത്തിലും നബി തങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. പ്രഷറും പ്രമേഹം ഷുഗറതും അറ്റാക്ക് ക്യാൻസർ മുഴുവനും ശിഫ തന്ന് ദീർഘായുസിനും നബി തങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. കച്ചവടം കൃഷി മുഴുവനും ചെയ്യുന്ന ജോലിയിലൊക്കെയും നബി തങ്ങളെ ബറക്കത്തിനാൽ റഹ്മത്ത് തായ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഖബറിൽ വസിക്കും ഞങ്ങളെ പ്രിയ ഉറ്റ ഉടയോർക്കുള്ളിലും നബി തങ്ങളെ ബറക്കത്തിനാൽ സുഖം നൽകണേ യാ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഞാൻ ചെയ്ത നന്മ തിന്മകൾ എഴുതും മലക്കുകളേടതിൽ, നൽകും കരങ്ങൾ വലതതിൽ നബി തങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു
ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. എല്ലാ ബലാലും ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും നബി തങ്ങളെ ബറകത്തിനാൽ യമൈക്കാക്കണം യാ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ദണ്ണം വബാവാ സൂരിയും മറ്റുള്ള ദീനമടങ്കലും നബി തങ്ങളെ ബറകത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ദണ്ഡം വബാവാ സൂരിയും മറ്റുള്ള ദീനമടങ്കലും നബി തങ്ങളെ ബറകത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ദാഹമൗത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ നബി തങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹുവേ ഞങ്ങളെ തവസ്സുൽ ബൈത്ത് ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ഞങ്ങൾ ഇത് പറഞ്ഞതൊക്കെ നീ നൽകണേ അല്ലാഹ്. കാവൽ നൽകണേ അല്ലാഹ്. ഞങ്ങളെ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇസ്മു ചൊല്ലാം. വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്മാണ്. നമ്മളൊക്കെ നന്നാവണ്ടേ, റമദാൻ എത്തുമ്പോൾ നന്നാവണ്ടേ. വീട് മാത്രം നന്നാക്കിയാൽ മതിയോ? വീടൊക്കെ നന്നാക്കിയിട്ടില്ലേ? ഉമ്മമാരൊക്കെ വീട് നന്നാക്കൽ തുടങ്ങിയോ? റഹ്മത്തിന്റെ മലക്കുകളൊക്കെ നമ്മളെ വീട്ടിലേക്ക് വരണ്ടേ? നനച്ചുള്ളിയൊക്കെ ഉമ്മമാരത് ഉപ്പമാരത് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് കമന്റിലൊന്ന് എഴുതി വിട്ടാണെ നോക്കട്ടെ. ആരതൊക്കെയാണ് നനച്ചുള്ളി കഴിഞ്ഞിട്ടുള്ളത് നോക്കട്ടെ. ആരൊക്കെയാണ് റമദാനിലെ വരവേൽക്കാൻ വേണ്ടി വീട് ശരിയാക്കി നോക്കട്ടെ. വീടും ശരിയാക്കണം, ഹൃദയം ശുദ്ധിയാക്കണം, ശരീരം ശുദ്ധിയാക്കണം, വീടും ശുദ്ധിയാക്കണം. വീടൊക്കെ വൃത്തിയാണ്. മലക്കുകൾ, റഹ്മത്തിന്റെ മലക്കുകൾ സുബ്ഹാനല്ലാഹ് ബറാത്തിന്റെ രാവിലെ വരും. അതുപോലെ തന്നെ റമദാനു ഷരീഫിലെ മുഴുവൻ രാത്രികളിലും വരും. അപ്പൊ നമ്മളെ വീടൊക്കെ വൃത്തിയാവണ്ടേ? നനച്ചുള്ളി കഴിഞ്ഞിട്ടുണ്ടോ? അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ഇല്ലെങ്കിൽ പെട്ടെന്ന് നോക്കണം, വീടൊക്കെ വൃത്തിയാക്കണം കേട്ടോ. അപ്പോ നമുക്ക് ഒരു ഇസ്മു ചൊല്ലാം. യാ ഹാദി യാ അല്ലാഹ് 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 യാ ഹാദി യാ അല്ലാഹ്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അല്ലാഹു നമ്മളൊക്കെ സന്മാർഗത്തിലാക്കി തരട്ടെ. അതുപോലെ തന്നെ വീട് മാത്രം വൃത്തിയാക്കിയ പോരാ. ചില ഉമ്മമാര് റമദാനിക്കാണ് ഷോപ്പിങ്ങിന് ഇറങ്ങുക. റമദാനിക്ക് ഷോപ്പിങ്ങിന് ഇറങ്ങുന്ന പരിപാടി ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ ഒഴിവാക്കണം കേട്ടോ. ഇപ്പൊ രാത്രിയാണ് ഷോപ്പിംഗ്. അപ്പൊ ആ പരിപാടിയൊക്കെ നമ്മൾ ഒഴിവാക്കി റമദാൻ വരുന്നതിന്റെ മുമ്പ് തന്നെ ഡ്രസ്സൊക്കെ വാങ്ങും. ഡ്രസ്സ് എന്തായാലും നമ്മളെ മക്കൾക്ക്
അവർക്ക് വാങ്ങണം, നമുക്ക് വാങ്ങണം, നല്ല ഡ്രസ്സൊക്കെ അടിച്ചാൽ പൊളിച്ച് നടക്കണ്ടേ, ടൂറ് പോകണം, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, വിരുന്ന് പോകണം, മരുവൻ്റെ അടുത്തേക്ക് പോകണം, വിരുന്ന് ഇങ്ങോട്ട് പോരണം, ഉമ്മാടെ അടുത്തേക്ക് വരണം. അപ്പം നല്ല ഡ്രസ്സ് നമ്മൾ വാങ്ങണം. പറ്റുന്ന ആളുകളൊക്കെ നിസ്കാരം കലാക്കാത്ത രൂപത്തിൽ ടൂറ് പോകണം കേട്ടോ. ടൂറ് പോകൽ, യാത്ര ചെയ്യൽ നല്ല സീറൂഫിൽ അറിഞ്ഞിന്ന് ഖുർആനിലാണ്. നിങ്ങൾ അള്ളാഹിന്റെ ഭൂമി ഒന്ന് സഞ്ചരിക്കുക, അള്ളാഹിനെ കുറിച്ച് മനസ്സിലാകാൻ. ഭൂമി എന്തൊക്കെ കാണാണ്ടിച്ചിട്ടാ, പെരൻ്റെ ഉള്ളിൽ ഇങ്ങനെ അടങ്ങിക്കൂടിയിട്ടാണ് നമുക്കൊന്നും തിരിയാത്തത്. എന്തെല്ലാം ഈ ലോകത്ത് കാണാനുണ്ട്, നമ്മൾ കണ്ടുക്കണോ, ഈ ലോകം കണ്ടുക്കണോ? അള്ളാഹിന്റെ ഭൂമിയാണിതേ, നമ്മളെ റബ്ബിന്റെ ഭൂമിയാണ്, കാണണ്ടേ? പെരലിങ്ങനെ ഇരിക്കുക. അള്ളാഹു നന്നാക്കി തരട്ടെ. അവനാന്റെ കപ്പാസിറ്റിക്കും പൊളാസിറ്റിക്കും അനുസരിച്ചിട്ട് പോയാൽ മതി. ഈ ഉസ്താദ് പറഞ്ഞേക്കണു, അതുകൊണ്ട് നാളെ നമുക്ക് എവിടേക്കോ ഏത് മണലാലിക്ക ഒക്കെ പോകേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് ഗോവയ്ക്ക് പോകണം, ഞങ്ങൾക്ക് ഗൾഫിക്ക് പോകണം, ടൂർ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭർത്താവിനെ ബുദ്ധിമുട്ടിക്കരുത് കേട്ടോ. ഭർത്താവിന്റെ കപ്പാസിറ്റിക്കും പൊളാസിറ്റിക്കും അനുസരിച്ചിട്ട് ഒരു യാത്ര പോകുക, ഒരു ടൂർ പോകുക. അള്ളാഹു നന്നാക്കി തരട്ടെ. നിസ്കാരം കലാക്കാനും പറ്റൂല, നിസ്കാരം കലാക്കിയിട്ട് ടൂറൊന്നും പോകാൻ പറ്റൂല, നിസ്കാരം കലാക്കിയിട്ട് വിരുന്ന് തന്നെ പോകാൻ പാടില്ല, ഹറാമല്ലേ? യാത്രയൊക്കെ ഹറാമാണ് നിസ്കാരം കലാക്കിയിട്ട്. അള്ളാഹു നമ്മളെയൊക്കെ നന്നാക്കി തരട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഡ്രസ്സൊക്കെ റമദാനിന്റെ മുമ്പ് എടുത്ത് വെക്കുക. റമദാന് നല്ല ബർക്കത്തുള്ള രാവുകളും രാത്രികളും, ആ സമയത്ത് ഷോപ്പിങ്ങിന് ഇങ്ങനെ പോകുക, അന്യപുരുഷന്മാരുടെ അടിയിൽ കൂടി ഇങ്ങനെ നടക്കുക. ഒരുപാട് ഉമ്മമാര് വന്നിട്ട് കടാണ് ഉസ്താദെ, പൈസ അല്ല ഉസ്താദെ, അങ്ങനെ റമദാനായൊക്കെ ഉണ്ട്, ഉമ്മമാരടുത്ത് പൈസ ഉണ്ടാകും, എല്ലാതും ഉണ്ടാകും. എത്ര പർദ്ദ എടുത്ത് കൂട്ടുക, എത്ര മാക്സി എടുത്ത് കൂട്ടുന്നത്, നല്ല പൈസ ഉണ്ട്, വെറുതെ പറയാണ്. എല്ലായിടത്തും നല്ല പൂത്ത കായാണ്. അള്ളാഹു പൈസ നൽകി അനുഗ്രഹിക്കട്ടെ. കാരണം ലോകത്ത് ജീവിക്കണമെങ്കിൽ പൈസ വേണം. സാമ്പത്തികമായ അഭിവൃദ്ധി അള്ളാഹു നൽകട്ടെ. അഫ്ളൽ ദിക്ർ ചൊല്ലാം ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു നമ്മളെ തഹ്ലീൽ സ്വീകരിക്കട്ടെ, നമ്മളെ ഈമാൻ നന്നാക്കി തരട്ടെ. അതിനോടുള്ള തഹ്ലീൽ ഈമാൻ നന്നാകുക, അള്ളാഹിനെ കുറിച്ച് മനസ്സിലാകുക. അള്ളാഹിനെ കുറിച്ച് അല്ലാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഇനി അല്പം സ്വലാത്ത് ചൊല്ലാം. ഫാത്തിമിയ സ്വലാത്താണ്, വളരെ പോരിശയുള്ള ഒരു സ്വലാത്താണ് ഫാത്തിമിയ സ്വലാത്ത്. വളരെ സിമ്പിളുമാണ്, വളരെ പോരിശ കൂടുതലുമാണ്. اللهم صل على النور واهلي 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 اللهم صل
صل على النور واهلي اللهم 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 صل على النور واهلി ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് അല്പം ഇസ്തിഗ്ഫാർ ചൊല്ലി നമ്മൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് ദുആ ചെയ്യാം. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. أستغفر الله العليم 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 ഞങ്ങളെ ഇസ്തിഗ്ഫാർ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹ് എല്ലാവരുടെ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. പല പല പ്രയാസങ്ങൾ പറഞ്ഞിട്ട് ഒട്ടനവധി ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും നമ്മളെ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും നമ്മളെ മജ്‌ലിസിൽ പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടായിട്ട് പങ്കെടുക്കാൻ കഴിയാത്ത ആളുകൾക്കൊക്കെ നമുക്ക് ദുആ ചെയ്യണം. മുഅ്മിനീങ്ങൾക്കൊക്കെ നമ്മൾ ദുആ ചെയ്യാൻ പോകണം. എല്ലാവരും ആമീൻ പറയാ, കമന്റിൽ ആമീൻ പറയാ. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വമൗലാനാ വശഫീനാ മുഹമ്മദ്. അർഹമുർ റഹീമീനായ പരമദയാലുവായ കരുണക്കടലായ അല്ലാഹ്, ഞങ്ങളെ മജ്‌ലിസ് നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. നീ ഏറ്റെടുക്കണേ അല്ലാഹ്. നിന്റെ സംരക്ഷണം നൽകണേ അല്ലാഹ്. ഉന്നതയിൽ നിന്നും ഉന്നത തലങ്ങളിലേക്ക് എത്തിക്കണേ റഹ്മാനെ. സിഹ്ർ കണ്ണേറുകളെ തൊട്ട് കാക്കണേ അല്ലാഹ്. അസൂയാലുക്കളെ തൊട്ട് കാക്കണേ അല്ലാഹ്. ഒരുപാട് ആളുകൾക്ക് ഒരുപാട് പ്രയാസങ്ങൾ, സങ്കടങ്ങൾ, വിഷമങ്ങളുണ്ട്. എല്ലാ സങ്കടങ്ങളും നീ അകറ്റണേ അല്ലാഹ്. മനസ്സിന് സന്തോഷം നൽകണേ അല്ലാഹ്. ടെൻഷനുകൾ അകറ്റി കൊടുക്കണേ അല്ലാഹ്. ഒരുപാട് ഒരുപാട് രോഗികളുണ്ട്. രോഗം കാരണം വേദന അനുഭവിക്കുന്ന ആളുകളുണ്ട്. ഓപ്പറേഷൻ പറഞ്ഞ ആളുകൾ, ഹോസ്പിറ്റലിലുള്ള ആളുകളുണ്ട്. എന്ത് രോഗമുണ്ടെങ്കിലും നീ ശിഫയാക്കണേ അല്ലാഹ്. എന്ത് രോഗമുണ്ടെങ്കിലും നീ ശിഫയാക്കണേ അല്ലാഹ്. പ്രഷർ ഉള്ളവര്, ഷുഗർ ഉള്ളവര്, ക്യാൻസർ ഉള്ളവര്, കണ്ണിന് അസുഖം, കാലിന് അസുഖമുള്ള ആളുകള്, തലച്ചോറിന് അസുഖമുള്ള ആളുകള്, കാലുവേദന, ഊരവേദന, തലവേദന, കണ്ണുവേദന, ഗർഭാശയത്തിൽ മുഴയുള്ള ആളുകളുണ്ട്. രക്തത്തിൽ അസുഖം, കിഡ്നിക്ക് പ്രയാസം, വൃക്കക്ക് പ്രയാസം, ഇങ്ങനെ പല പല അസുഖങ്ങളാണ്. ശിഫയാക്കണേ അല്ലാഹ്. വേദനകൾ അകറ്റിക്കൊടുക്കണേ അല്ലാഹ്. കീറിമുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. കീറിമുറിക്കുന്ന മരണങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഒരുപാട് ആളുകൾ വീടില്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. വീട് പണി തുടങ്ങിയവരുണ്ട്, പൂർത്തിയാക്കാൻ കഴിയാതെ. അവർക്കൊക്കെ നല്ല വീട് നൽകണേ അല്ലാഹ്. വീട് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അർഹമുർ റഹീമീനായ രാജാതിരാജനായ അല്ലാഹുവേ, കടങ്ങൾ കാരണം ഒരുപാട് ആളുകൾ പ്രയാസത്തിലാണ്. ഞങ്ങളെ മജ്‌ലിസിൽ 80% ആളുകളും കടത്തിന്റെ പേര് പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരാണ്. അവരെ കടങ്ങൾ വീട്ടണേ അല്ലാഹ്. അതിന് ഈ മജ്‌ലിസ് കാരണമാക്കണേ അല്ലാഹ്. ഈ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ രാവുകളുടെ ദിവസങ്ങളുടെ ബറക്കത്ത് കൊണ്ട്, മുത്തുനബിയുടെ ബറക്കത്ത് കൊണ്ട്
കൊണ്ട് ഞങ്ങൾ ചൊല്ലിയ ഫാത്തിഹ ഒരുപാട് മഹാന്മാരെ പേരിലാണല്ലോ. ആ മഹാന്മാരെ ബർക്കത്ത് കൊണ്ട് കടങ്ങൾ വിട്ടണേ അല്ലാ. നിന്റെ ഖജനാവ് എത്ര കൊടുത്താലും 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 തീരാത്ത ഖജനാവാണല്ലോ അല്ലാ. ആ ഖജനാവിൽ നിന്ന് നൽകണേ അല്ലാ. ഞങ്ങളെ കടക്കാരാക്കല്ല അല്ലാ, കടക്കാരാക്കല്ല അല്ലാ. ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് നല്ല ജോലി കൊടുക്കല്ല, പഠിച്ച ജോലി കൊടുക്കണേ അല്ലാ, ഉദ്ദേശിച്ച ജോലി കൊടുക്കണേ അല്ലാ. ഒരുപാട് ആളുകൾ മക്കൾക്ക് ജോലി ശരിയാവാൻ, ഉപ്പാക്ക് ജോലി ശരിയാവാൻ, ഭർത്താവിന് ജോലി ശരിയാവാൻ, ഭാര്യക്ക് ജോലി ശരിയാവാൻ ഒക്കെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ജോലിയൊക്കെ ശരിയാക്കി കൊടുക്കണേ അല്ലാ. തടസ്സങ്ങൾ നീക്കി കൊടുക്കണേ അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം കൊടുക്കണേ അല്ലാ. യാതൊരുവിധ പ്രയാസവും കൂടാതെ, ബുദ്ധിമുട്ടുകൾ കൂടാതെ ആരോഗ്യവാനായ കുട്ടികളെ പ്രസവിക്കാനുള്ള തൗഫീക്ക് കൊടുക്കല്ല. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കല്ല. മക്കളെ ദുസ്വഭാവങ്ങൾ നന്നാക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന മക്കളാക്കണേ അല്ലാ. മക്കൾക്ക് സ്നേഹമുണ്ടാക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളെ സഹായിക്കുന്ന മക്കളാക്കണേ അല്ലാ. മക്കള് കാരണം ഞങ്ങളെ അഭിമാനം നഷ്ടപ്പെടുത്തില്ല അല്ലാ. മക്കളെ ദുസ്വഭാവങ്ങൾ നന്നാക്കണേ അല്ലാ. പരീക്ഷ എഴുതുന്ന മക്കളുണ്ട്, മദ്രസയിൽ പൊതുപരീക്ഷ എഴുതുന്ന ആളുകൾ, SLC എഴുതാൻ പോകുന്ന മക്കള്, കോളേജുകളിലും മറ്റുള്ള യൂണിവേഴ്സിറ്റികളിലൊക്കെ പരീക്ഷ എഴുതുന്ന ആളുകൾ, എന്ത് പരീക്ഷയാണെങ്കിലും ഉന്നത വിജയം നൽകണേ അല്ലാ. പഠിച്ചത് പരീക്ഷ പേപ്പറിൽ എഴുതാനുള്ള തൗഫീക്ക് കൊടുക്കണേ അല്ലാ. ഓർമ്മശക്തി കൊടുക്കണേ അല്ലാ. നല്ല A+ കൊടുക്കണേ അല്ലാ. നല്ല മാർക്ക് കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. സിഹ്ർ കണ്ണേറുകളെ തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങളെ ദാമ്പത്യ ജീവിതത്തിൽ ഖൈർ നൽകണേ അല്ലാ. ഭാര്യ ഭർത്താക്കന്മാരെ ദുസ്വഭാവങ്ങൾ നന്നാക്കണേ അല്ലാ. ഐക്യം നൽകണേ അല്ലാ. സമാധാനം നൽകണേ അല്ലാ. റാഹത്തുള്ള ജീവിതം നൽകണേ അല്ലാ. കൺകുളിർമയുള്ള ഭാര്യ മക്കൾ ഭർത്താക്കന്മാരാക്കണേ അല്ലാ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും റജിയാല തൗഫീക്ക് നൽകണേ അല്ലാ. മുത്തുനബിയെ സ്വപ്നം കാണാൻ, അവിടുത്തെ പാത പിൻപറ്റി ജീവിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ. 5 വക്ത് നിസ്കരിക്കാനുള്ള മനസ്സ് ഞങ്ങൾക്കും ഞങ്ങളെ കുടുംബങ്ങൾക്ക്, ഭാര്യ മക്കൾക്ക്, ജ്യേഷ്ഠനിയന്മാർക്ക്, ബന്ധപ്പെട്ടവർക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ, പൈശാചികമായ ശറുകളെ തൊട്ട്, കുഫ്രിനെ തൊട്ട്, വിശ്വാസ വൈകല്യങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനെ. സംരക്ഷിക്കണേ അല്ലാ. ഞങ്ങൾക്കും ഞങ്ങളെ പാവപ്പെട്ട മാതാപിതാക്കൾ, വല്ലുമ്മമാര്, ജ്യേഷ്ഠനിയന്മാര്, അനിയത്തിമാര്, ഭാര്യ മക്കള്, കുടുംബക്കാര്, അവരെ കുടുംബക്കാര്, സ്നേഹിച്ചവരുണ്ട്, അയൽവാസികളുണ്ട്, കൂട്ടുകാരുണ്ട്, വല്ലുമ്മമാര്, അങ്ങനെ തുടങ്ങി ഞങ്ങളുമായി ബന്ധപ്പെട്ടവരാരൊക്കെയുണ്ടോ, മുഅ്മിനീങ്ങൾ, ഈ മജ്ലിസ് കാണുന്ന ആളുകളുണ്ട്, ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകളുണ്ട്. എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സും ആരോഗ്യം, ഇസ്സത്തും, ഖുവ്വത്തും, റാഹത്തും, ഈമാനും, തഖ്വയും, സാമ്പത്തികമായ അഭിവൃദ്ധിയും നൽകണേ അല്ലാ. ബർക്കത്ത് നൽകണേ അല്ലാ. കാവല് നൽകണേ അല്ലാ. സഹായം നൽകണേ അല്ലാ. സംരക്ഷണം നൽകണേ അല്ലാ. ആഫത്ത്, മുസീബത്ത്, ഇടങ്ങേറുകളെ തൊട്ട് കാക്കണേ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട്. അവരെ ഖബർ വിശാലമാക്കി കൊടുക്കല്ലാ. അവരെ ഖബർ റാഹത്തിലാക്കി കൊടുക്കണേ അല്ലാ. സന്തോഷത്തിലാക്കി കൊടുക്കണേ അല്ലാ. അവർക്കും ഞങ്ങൾക്കും നാളെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ആഖിറ വിജയം നൽകണേ അല്ലാ. നരകത്തിനെ തൊട്ട്, ഖബർ ശിക്ഷയെ തൊട്ട് കാക്കണേ അല്ലാ. ദുനിയാവിലും ഞങ്ങൾക്ക് വിജയം നൽകണേ അല്ലാ. സാമ്പത്തികമായ ഹല്ല് നൽകണേ അല്ലാ. ഞങ്ങളെ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ. ഞങ്ങളെ ഹാജത്തുകൾ ഹാസിലാക്കി തരണേ അല്ലാ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഈ പവിത്രമായ മജ്ലിസിൽ, ഈ പവിത്രമായ സമയത്ത്, ഈ പവിത്രമായ മാസത്തിൽ ഞങ്ങൾക്ക് പറയാനുണ്ട്. ഞങ്ങളെ മനസ്സിലുള്ളത് അറിയുന്ന അല്ലാ. ഞങ്ങളെ മുറാദുകൾ മുഴുവനും നീ ഹാസിലാക്കി തരണേ അല്ലാ. പ്രശ്നങ്ങൾ മുഴുവനും നീ അകറ്റി തരണേ അല്ലാ. കാര്യങ്ങൾ എളുപ്പമാക്കി തരണേ അല്ലാ. മുഅ്മിനീങ്ങളെ ഇസ്സത്ത് നീ സംരക്ഷിക്കണേ അല്ലാ. മുഅ്മിനീങ്ങൾക്ക് നീ കാവല് നൽകണേ അല്ലാ. അല്ലാഹുമ്മ അലൈക തവക്കൽനാ വഇലൈക അനബിനാ വഇലൈകൽ മസീർ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا وإياهم بمغفرتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. إن شاء الله ഇന്നത്തെ മജ്‌ലിസ് അവസാനിപ്പിക്കുകയാണ്. ഇന്ന് ഉച്ചക്ക് 1 മണിക്ക് നല്ല അടിപൊളി ഒരു വിഷയമായിട്ട് വീണ്ടും ഞങ്ങൾ നിങ്ങളെ
നിങ്ങളുടെ മുമ്പിലേക്ക് വരും. അതിലെല്ലാവരും പങ്കെടുക്കുക, ആ വിഷയം പഠിക്കുക, കേൾക്കുക. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.